കർത്താവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ദൈവം, ദൈവിക സമത്വം, ആ വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പാകെ പത്രോസ് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ യേശുക്രിസ്തു മറുപടിയായി പറയുന്നു, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണിത് വെളിപ്പെടുത്തിയത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവിക സമത്വം ഇതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ഓർക്കുക, തിരുവെഴുത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ ആളത്വത്തിൽ മൂന്നാണ്, എന്നാൽ അസ്തിത്വത്തിൽ ഒന്നാണ്. അസ്തിത്വത്തിൽ ഒന്നായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം പരിശുദ്ധാത്മാവാണ്. നോക്കണമേ, യഹൂദന്മാർ ഏക സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. ബഹുദൈവ ചിന്ത യഹൂദന്മാരുടെ മധ്യയില്ല. അവിടെയാണ് പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു, യേശു ക്രിസ്തു ദൈവമാണ്. കർത്താവിൻ്റെ ഒപ്പമായിരുന്ന ശിഷ്യന്മാർ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. ഇവിടെ കർത്താവിനോടൊപ്പമായിരുന്ന തോമസ് പറയുന്നു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവവുമായുള്ളവരെ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടപ്പോഴുള്ള തോമസിൻ്റെ പ്രതികരണമാണിത്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റ് ശിഷ്യന്മാർ പറയുമ്പോഴും നേരിൽ കണ്ടല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ ആ മുറിപ്പാടിൽ വിരലിട്ടല്ലാതെ താൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസിന് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നേരിട്ട് മുന്നിൽ പ്രത്യക്ഷനായപ്പോൾ തോമസിൻ്റെ പ്രതികരണമാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ. തോമസ് വിളിക്കുകയാണ് ദൈവം. ആരാണ്? സാക്ഷാൽ യേശുക്രിസ്തു. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇവിടെ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു, യേശുക്രിസ്തു സത്യദൈവമാണ്, നിത്യജീവനാണ്. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും. അപ്പോൾ ഇവിടെ ദൈവപുത്രൻ എന്നുള്ളത് കൊണ്ട് യോഹന്നാൻ
വെളിപ്പെടുത്തുന്നത് അവിടുന്ന് ആരാണ്? സത്യദൈവമാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ദൈവമാണ് എന്നിവിടെ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ലേഖനങ്ങളിൽ അധികവും എഴുതിയ പൗലോസ് തൻ്റെ ലേഖനത്തിൽ അനേക ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം, ഈ പൗലോസ് തികഞ്ഞ ഒരു യഹൂദ ഭക്തനായിരുന്നു. അതറിയണമെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരോടുള്ള പൗലോസിൻ്റെ സമീപനത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമുള്ള ബന്ധത്തിൽ യഹൂദന്മാർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ ശൗലാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യം. അവനെ നഗരത്തിൽ തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. ഒപ്പം ക്രിസ്തു ശിഷ്യന്മാർക്ക് വിരോധമായി വളരെ ഭീകരമായി നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് ഈ പൗലോസ്, ശൗൽ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 1-3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 1-3 വാക്യങ്ങൾ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. 3-ാമത്തെ വാക്യം. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഇതായിരുന്നു ശൗലിൻ്റെ, അതായത് പൗലോസിൻ്റെ നിലപാട്. എന്നാൽ ഈ ശൗലിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെയും ക്രിസ്തു ശിഷ്യന്മാരെ മുടിക്കുവാൻ തക്കവണ്ണം പൗലോസ് പുറപ്പെടുന്ന നമ്മൾ കാണുകയാണ്. 1-2 വാക്യങ്ങൾ നമ്മൾക്കത് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പോൾ ശൗൽ യെരുശലേമിൽ മാത്രമല്ല ദമസ്കോസിലേക്കും തൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുകയാണ്. അവിടെയും ക്രിസ്തു ശിഷ്യന്മാരുണ്ടെങ്കിൽ അവരെ നിഗ്രഹിച്ച് കളയുവാൻ തക്കവണ്ണം ശൗൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പുള്ളി ശൗല് അതുമാത്രമല്ല, താൻ യഹൂദ മതാനുസാരിയായിരുന്നു. അതിൽ വളരെ നിഷ്കർഷയോടത് പാലിച്ചു വന്നവനുമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന്
പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. 4-ാമത്തെ വാക്യം, ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. 5-ാമത്തെ വാക്യം, അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്ത് വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അപ്പോൾ സഭയെ അങ്ങേയറ്റം ഉപദ്രവിക്കുന്നതിൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ശൗൽ എന്ന പൗലോസ്. നോക്കണമേ, ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവൻ. ഈ ഗമാലിയേൽ ആരാണ് എന്ന് നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ ഈ ഗമാലിയേൽ ധർമ്മോപദേഷ്ടാവാണ്. അദ്ദേഹത്തിന് യഹൂദന്മാരുടെ മധ്യേ ആ വിലയും നിലയും മാനവും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്നാണ് ഈ ശൗൽ ന്യായപ്രമാണം അഭ്യസിച്ചത്. അതുമല്ല, തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, പൗലോസ് രേഖപ്പെടുത്തുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 6 വരെ, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. അപ്പോൾ ഇവിടെ താൻ അഭ്യസിച്ച യഹൂദന്മാർക്ക് ലഭിച്ച ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച് അതേ നിലയിൽ ന്യായപ്രമാണത്തെ പാലിക്കുവാൻ ഒരുക്കമുള്ളവനായിരുന്നു ഈ ശൗൽ. അപ്പോൾ ന്യായപ്രമാണത്തിൽ നമ്മൾ കാണുന്ന അടിസ്ഥാനമായൊരു തത്വമുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന പ്രമാണമാണ്. അതിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാമത്തെ വാക്യം, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. 2 മുതൽ, അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. 3-ാമത്തെ വാക്യം, ഞാൻ അല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 4, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. 5 മുതൽ, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 7-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ ഇത്ര ശക്തമായ നിലയിൽ ന്യായപ്രമാണം അഭ്യസിച്ചവനാണ് പൗലോസ് എന്നറിയപ്പെട്ട ശൗൽ. നോക്കണം, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പോൾ ഇത്രത്തോളം ആഴത്തിൽ
വ്യത്യസ്തമായ നിലവാരത്തിൽ തിരുവെഴുത്തുകളെ അഭ്യസിച്ച് ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ, ഇല്ലാതാക്കുവാൻ വേണ്ടി അതേ നിലയിൽ ഉത്സാഹിച്ച ശൗലിനെ കർത്താവ് തൻ്റെ ശിഷ്യനാക്കി മാറ്റുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. 4 മുതൽ വായിക്കുമ്പോൾ അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. 6-ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. അപ്പോൾ ദമസ്കോസിലേക്ക് ശിഷ്യന്മാരെ മുടിച്ചു കളയുവാൻ പുറപ്പെടുന്ന ശൗലിനെ യേശുക്രിസ്തു സന്ദർശിച്ച് തൻ്റെ ശിഷ്യനാക്കി മാറ്റുന്നതാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിൽ താൻ പഠിച്ചു, പുറപ്പാട് പുസ്തകം 20-3 ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പോൾ അത്രത്തോളം തീവ്ര യഹൂദനായിരുന്ന ഭക്തനായിരുന്ന പൗലോസിന് രൂപാന്തരം വന്നപ്പോൾ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ആ പൗലോസ് എഴുതുന്നു, തീത്തോസിൻ്റെ ലേഖനത്തിൽ ആ പൗലോസ് എഴുതുന്നു, തീത്തോസ് 2:11 മുതൽ 13 വരെ. തീത്തോസ് 2-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപയെക്കുറിച്ച് പറയുകയാണ്. ആ ഭാഗത്ത് പൗലോസ് പറയുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ. അപ്പോൾ ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച, അതിലടിയുറച്ച് പഠിച്ച് മുന്നോട്ട് പോയ, അതിന് വിരുദ്ധമായി യേശുവിനെ കർത്താവെന്നും ദൈവമെന്നും പറഞ്ഞ ശിഷ്യന്മാരെ കൊന്നെടുക്കുവാൻ പുറപ്പെട്ട ആ പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നു, യേശുക്രിസ്തു ആരാണ്? മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ദൈവസമത്വത്തെ പൗലോസ് വ്യക്തമാക്കുകയാണ്. റോമാലേഖനം 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, അവിടെയും പൗലോസ് രേഖപ്പെടുത്തുന്നു. റോമർ 9:5, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെ യഹൂദന്മാരെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ തന്നെ എന്ന് സമർത്ഥിക്കുകയാണ് പൗലോസ് ഇവിടെ. യേശുക്രിസ്തു സർവ്വത്തിനും മീതെ ദൈവം. യേശുക്രിസ്തു സർവ്വത്തിനും മീതെ ദൈവം. ഫിലിപ്പ്യാലേഖനം 2-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ഫിലിപ്പ്യാലേഖനം 2-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ആരാണ്? ദൈവസമത്വമുള്ളവനാണ്, ദൈവമാണ്. ആ ദൈവസമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് എന്ത് ചെയ്തില്ല? യേശുക്രിസ്തു വിചാരിച്ചില്ല. ആ ദൈവ സമത്വം, ദൈവ തേജസ് അവിടുന്ന് അല്പസമയത്തേക്ക് മാറ്റിവെച്ച് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു എന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇവിടെ ഭക്തനായ പൗലോസ് രേഖപ്പെടുന്നു, യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സാക്ഷാൽ ദൈവത്തെ ആരിൽ ദർശിക്കാൻ കഴിയും? ക്രിസ്തുവിൽ ദർശിക്കാൻ കഴിയും. യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. നോക്കണമേ, എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യരൂപത്തിലുള്ള വരവിനെയും അവിടുത്തെ ദൈവത്വത്തെയും അവിടുന്ന് ഒരുക്കിയ സമ്പൂർണമായ രക്ഷയെയും വിവരിക്കുന്ന തിരുവെഴുത്തിലെ ഭാഗമാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നു 1 മുതൽ, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. സകലതും സൃഷ്ടിക്കപ്പെട്ട യേശുക്രിസ്തു മുഖാന്തരമാണ്. 3 മുതൽ, അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും. 6-ാമത്തെ വാക്യം, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. 8-ാമത്തെ വാക്യം, പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും തിരുവെഴുത്തവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നോക്കണേ, യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പൗലോസ് രേഖപ്പെടുത്തുന്നു 6-ാമത്തെ വാക്യത്തിൽ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ദൂതന്മാർ നമസ്കരിക്കണം. ആരെ? 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പുത്രനോട് പറയുന്നു, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി. സങ്കീർത്തനങ്ങൾ 45 അതിൻ്റെ 6-7 വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ. അവിടെ പറയുന്നു, പുത്രനോട് എന്താണ് പറയുന്നത്? ദൈവമേ നിൻ്റെ സിംഹാസനം. അപ്പോൾ പുത്രനായി ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്ന സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുന്നത്, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അതവിടെ രേഖപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓർക്കണമേ,
യേശുക്രിസ്തു അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. സങ്കീർത്തനങ്ങൾ 45, 6, 7 വാക്യങ്ങൾ. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവം തന്നെ ഇവിടെ പുത്രനെ അഡ്രസ്സ് ചെയ്യുന്നു, അഭിസംബോധന ചെയ്യുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനോടായിട്ട് പറയുകയാണ്, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓർക്കുക, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ആളത്വമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ന അടിസ്ഥാന ഏകത്വത്തിൻ്റെ മേൽ അസ്തിത്വം ഒന്നാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ദൈവം നാം മഹത്വപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.